നമ്മുടെ നാട്ടിൽ ഈ സിനിമകളുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗത്തിനെ പറ്റി നിരവധി ആരോപണങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് മാത്രമല്ല, രാഷ്ട്രീയക്കാരിൽ നിന്ന് പോലും അത് ഉണ്ടായിട്ടുണ്ട്. സിനിമാ മേഖലയിൽ വരുന്ന കള്ളപ്പണം, ആ കള്ളപ്പണത്തിൽ ലഹരി മേഖലയിലേക്ക് അല്ലെങ്കിൽ ലഹരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ഇതിനെ എത്രത്തോളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കള്ളപ്പണത്തിനെ വിനിയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ട്. ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ 2016 വരെ, 11 മുതൽ 16 വരെ ഭരിച്ചത് കോൺഗ്രസ് ആണ് എങ്കിൽ പോലും 2014 എന്ന് പറയുന്ന ഒരൊറ്റ വർഷത്തിൽ മാത്രം സിനിമാ മേഖലയിൽ 100 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആരോപണം ഉന്നയിച്ചയാളാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല. ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ ഈ സംഭവം നടക്കുന്നത് UDF ഭരിക്കുന്ന സമയത്താണ്. അപ്പൊ അന്ന് തന്നെ ഇതിൽ മാഫിയയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പണം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാഫിയ പ്രവർത്തിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എങ്ങനെയാണ്? ഒരു ഡ്രഗ് കാർട്ടലായിട്ടാണ് അത് പ്രവർത്തിക്കുക. 2019 തുടങ്ങി ഏതാണ്ട് എല്ലാ വർഷവും മലയാള സിനിമയിലുള്ള കള്ളപ്പണ ഇടപാടുകളെ പറ്റി അന്വേഷിക്കണം എന്നും അതേപോലെ തന്നെ ലഹരി ഉപയോഗത്തിനെ പറ്റി അന്വേഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇൻഡിവിജ്വലായിട്ട് നിർമ്മാതാക്കൾ വന്നിട്ടുണ്ട്, നിർമ്മാതാക്കളുടെ സംഘടനകൾ തന്നെ വന്നിട്ടുണ്ട്. അവർ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിർമ്മാതാവായിട്ടുള്ള സിയാദ് കോക്കർ പറഞ്ഞിരുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മയുള്ളത്, നിയമാനുസൃതവും സത്യസന്ധവുമായി സിനിമ നിർമ്മിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആൾക്കാരും സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അത് വന്ന സമയത്ത് അന്ന് ശ്രീ AK ബാലന്റെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം പറഞ്ഞത് സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തിനെ കുറിച്ച് സർക്കാർ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്നാണ്. ഇതെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2019 2020 ആണ്. അപ്പൊ ചുരുങ്ങിയത് 4 വർഷം മിന്നൽ പരിശോധന അടക്കം നടത്തുമെന്നാണ് അന്ന് പറഞ്ഞത്. അതെ, അപ്പൊ ചുരുങ്ങിയത് 5 വർഷം കഴിഞ്ഞതിന് ശേഷവും മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടന്നതായിട്ട് നമുക്കറിവില്ല. അഥവാ അങ്ങനെ നടന്നിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും നടപടികൾ ആർക്കെങ്കിലും എതിരെ സ്വീകരിച്ചതായിട്ട് നമുക്കറിവില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എങ്കിൽ ആ റിപ്പോർട്ട് എവിടെ വന്നിട്ടുണ്ട് എന്നും നമുക്കറിയില്ല. ഇതേ ആരോപണം തന്നെ 2020, 2022, 2023 ഒക്കെ തന്നെ ആവർത്തിച്ചു. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിർമ്മാതാക്കൾ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, സിനിമയിലുള്ള നടന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത് വന്നിട്ടുണ്ട്. 2 നടന്മാർ, മലയാള സിനിമയിലെ മെയിൻ സ്ട്രീമിൽ അഭിനയിക്കുന്ന 2 നടന്മാർ. ഒന്ന് ശ്രീ ടിനി ടോമാണ്. അദ്ദേഹം പറഞ്ഞത് തന്റെ മകനെ സിനിമയിലേക്ക് വിടുന്നതിന് തനിക്ക് ഭയമാണ്. കാരണം സിനിമയിൽ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ലഹരിക്ക് അടിമയായി പല്ല് പൊടിഞ്ഞു പോയ ഒരു പ്രമുഖ നടനെ തനിക്കറിയാം എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. അപ്പൊ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കും, ഇത് വിശദമായിട്ട് അന്വേഷിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ അന്വേഷണം എവിടെയായി എന്നതിനെ പറ്റി അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു നടനെ അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പോലീസുകാരോട് അദ്ദേഹം ആ വിവരം പറയും. എങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാവുന്നതാണ്. ഒന്നും കണ്ടില്ല. ബാബുരാജ്, അദ്ദേഹം ഇതേപോലെ തന്നെയുള്ള ആരോപണം പറഞ്ഞു. ലഹരി ഉപയോഗം എന്ന് പറയുന്നത് സിനിമയിൽ ഉണ്ട് എന്നും അത് ചെറുക്കപ്പെടേണ്ടതാണ് എന്നുമൊക്കെ പറഞ്ഞു. അപ്പൊ സിനിമയിലുള്ള വിവിധ മേഖലകളിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഇതിനെപ്പറ്റി കൃത്യമായി പറഞ്ഞിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു വിധത്തിലുള്ള അന്വേഷണം നടത്തിയതായിട്ട് നമുക്കറിവില്ല. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കണം. സർക്കാരിന് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നിരവധിയായിട്ടുണ്ട്. അതേപോലെ തന്നെ സർക്കാർ സ്കൂളുകളും മറ്റും കേന്ദ്രീകരിച്ചിട്ട് നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകൾ, ബോധവൽക്കരണ പരിപാടികൾ ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. യുവതലമുറയെ ഇത് ബാധിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട്, ഒരു ബോധവൽക്കരണത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് സിനിമ എന്ന് പറയുന്നത് പ്യുവർലി ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് കൂടി അതിലുള്ള എന്തെങ്കിലും നിയമലംഘനം വന്നു കഴിഞ്ഞാൽ ആ നിയമലംഘനം എന്ന് പറയുന്നത് എൻഡോഴ്സ് ചെയ്യുന്നില്ല ഈ സിനിമയുടെ മേക്കേഴ്സും എന്ന അർത്ഥത്തിൽ ചില ഡിസ്ക്ലൈമറുകൾ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് മൃഗങ്ങളെ അതിൽ എന്തെങ്കിലും കാര്യത്തിൽ മോശമായിട്ട് അതിന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലത്തേക്ക് ഇതിന്റെ ഷൂട്ടിങ്ങിൽ പ്രവർത്തിച്ചിട്ടില്ല, ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കണം, ലഹരി ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെപ്പറ്റി വളരെ വലിയ ബോധവൽക്കരണം നടത്തുന്ന ഒരു സർക്കാർ, അതിന് സിനിമ എന്ന് പറയുന്നതിനെ ഒരു വളരെ മാസ് മീഡിയ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഡയറക്റ്റ് ആയിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് തന്നെ വന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുകയും ഒരു അസോസിയേഷൻ തന്നെ അവരുടെ കോമൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിനെപ്പറ്റി പറയുകയും അങ്ങനെയുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട് എന്ന് പോലുമുള്ള പ്രസ്താവനകൾ വന്നിരുന്നു. അതായത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് പോലീസ് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ലിസ്റ്റ് തങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്ന് ക്ലെയിം ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷവും എന്ത് നടപടിയിലേക്കാണ് പോയിട്ടുള്ളത്? ഒരു സെറ്റിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? ഈ കാര്യത്തിലൊന്നും മറുപടിയില്ല. ഇത് പറയുന്ന സമയത്ത് ശ്രീ AK ബാലനാണെങ്കിലും ശ്രീ സജി ചെറിയാനാണെങ്കിലും എല്ലാം തുടർച്ചയായിട്ട് ആവർത്തിക്കുന്നത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോൺക്ലേവ് നടത്തുമെന്നാണ്. ഈ കോൺക്ലേവ് നടത്തുമെന്ന് പറയുന്ന കാര്യം പോലും
വർഷങ്ങളായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഹേമ കമ്മിറ്റി വന്നിരിക്കുന്ന സാഹചര്യത്തിലും കോൺക്ലേവ് നടത്തും എന്ന് പറയുന്നു. നടപടി എവിടെ സർക്കാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നടപടിയില്ല. അപ്പോൾ ഇതിലൊരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പവർ ഗ്രൂപ്പിനെ സഹായിക്കുന്ന രീതിയിലത്തേക്ക്, ഇപ്പോൾ നിസ്സഹകരണം കൊണ്ട് സഹായിക്കുന്ന രീതിയിലത്തേക്ക് സർക്കാർ പെരുമാറുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രോഹിണി.